ഹായ് മൈ ഡിയർ ഓൾ. ഈ സിമ്പിൾ ലഞ്ച് പ്ലേറ്റ് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തത് ഒരു 25 മിനിറ്റ്സ് ആണ് കേട്ടോ. എൻ്റെ ഗാർഡനിങ്ങിൽ കുറച്ച് കൂടുതൽ സമയം ചിലവാക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല. അപ്പോൾ പെട്ടെന്നൊരു ലഞ്ച് തയ്യാറാക്കണമായിരുന്നു. പുറത്തത്തെ ആഹാരമൊട്ട് വേണ്ടേന്, മഴക്കാലമല്ലേ, വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ആഹാരം തന്നെയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ എളുപ്പത്തിൽ വേവുന്ന 2 പച്ചക്കറി എടുത്ത്, ഒരു ഉരുളക്കിഴങ്ങും കുറച്ച് വെണ്ടയ്ക്കയും അത് മുറിച്ചെടുത്ത് കുറച്ച് എണ്ണയിൽ കടുകും ജീരകം ഒന്നും പൊട്ടിച്ചിട്ടില്ല, ജസ്റ്റ് ഈ പച്ചക്കറിയിലിട്ട് 1 സ്പൂണ് മുളക് പൊടിയും ഒരു 1/2 സ്പൂണ് മാംഗോ പൗഡറും കൂടിയിട്ട് അതിൽ വെതറി ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചു. ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന കുട്ടികൾക്കും പിന്നെ വീട്ടിൽ ഒരു നേരം വയ്യ എന്നൊക്കെ തോന്നുമ്പോഴൊക്കെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്ന് ഒരു 3/4 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ചെറുപയർ പരിപ്പാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണല്ലേ. അപ്പോൾ അതൊന്ന് കഴുകി അതിൻ്റെ അകത്ത് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും ഒരു ലേശം കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുക്കറിലിട്ടു. വെണ്ടയ്ക്കും ഉരുളക്കിഴങ്ങും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പിടാവും കേട്ടോ, അല്ലെങ്കിൽ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് വരും. പിന്നെ ആ ഉപ്പ് അവിടെ ഇവിടെ പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത്, അത്രയേ ഉള്ളൂ അതിൻ്റെ പണി. എത്ര തന്നെ സമയം എടുത്തു അത് ഉണ്ടാക്കാൻ. ഇത് ഞാൻ എൻ്റെ സ്വന്തം കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്താലൊന്നും അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഒരു പ്രാവശ്യം വീഡിയോ നോക്കട്ടെ, വീഡിയോ നോക്കിയിട്ട് ഓ അമ്മ പറഞ്ഞത് ശരിയാണെന്ന് തോന്നട്ടെ. അല്ലാതെ അവർ അടുക്കളയിലൊന്നും വന്ന് നോക്കാനൊന്നും വരില്ല. ഞാൻ ഇല്ലെങ്കിൽ അടുക്കളയിൽ പോയി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യും. എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ പോകുന്ന പരിപാടിയില്ല ആർക്കും. അപ്പോൾ ഈ പരിപ്പിനാകെ 3 വിസിലേ വരണ്ടു കേട്ടോ. 3 വിസിൽ വരുമ്പോഴേക്കും അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് ഇടാനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും മാത്രമേ ചേർക്കണുള്ളൂ, അതിൽ വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ. ഇന്ന് രാത്രിക്ക് ഏതായാലും ചപ്പാത്തിയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എല്ലാവരും റൈസ് കഴിച്ചോളണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാ പിന്നെ ഇത്രയും സാധനങ്ങളാണ് ഞാൻ അതിനിട്ടുന്നത്. വെളുത്തുള്ളിയും പച്ചമുളകും ചോപ്പ് ചെയ്ത് വെച്ചത്, 2 ക്യൂക്കമ്പർ മുറിച്ചിട്ട്, ഇത്തിരി തൈരും ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും ഒരു പച്ചമുളകും അരിഞ്ഞിട്ടതും കൂടി ചേർത്തിട്ട് ഇളക്കി ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പരിപ്പ് ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. അങ്ങനെ പരിപ്പ് വെന്തിട്ടിട്ട് അതൊന്ന് ഇളക്കിയാൽ അത് ഉടഞ്ഞു പൊക്കോളും. പിന്നെ ഒരു പാനിൽ 1 സ്പൂൺ എണ്ണയും 1 സ്പൂൺ നെയ്യും ചേർത്തിട്ട് അതിൽ ജീരകം ഇട്ട്, ജീരകം വീർക്കുമ്പോൾ ഈ വെളുത്തുള്ളിയും പച്ചമുളകും ചോപ്പ് ചെയ്തത് അതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുത്ത് ഈ പരിപ്പ് വേവിച്ചത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ഒഴിക്കുക. പിന്നെ നന്നായി തിളയ്ക്കുന്ന സമയത്ത് ഈ മല്ലി ഇലയും കൂടി ഇട്ടങ്ങ് ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ. സിമ്പിൾ ദാൽ നിങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇതുപോലെ സിമ്പിൾ ദാൽ? ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ പറയും ആ ദാൽ മാത്രം മതിയെന്ന്. വേറെ മസാലയൊന്നും ഇട്ട ദാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരു റെസിപ്പി നോക്കേണ്ട ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും, ചെറിയ കുട്ടികൾക്ക് വരെ ഇതുപോലെ ഉണ്ടാക്കി പഠിക്കാം. അങ്ങനെ കുക്കിംഗ് പഠിക്കുന്ന കുട്ടികൾ ആദ്യമായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അവർ നാളെ കുക്കിങ്ങിൽ ഭയങ്കര എക്സ്പേർട്ട് ആയിക്കോളും. ഞാനൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് വൈകിട്ടാണ് കുക്കിങ്ങൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ തുടങ്ങിയപ്പോൾ അങ്ങ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിപ്പോയി. അങ്ങനെ ഞാൻ ഓരോരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ചു തുടങ്ങിയതാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു പഴയ കാര്യം ഓർമ്മ വന്നത്. നല്ല രസമുള്ളൊരു കാര്യം കേട്ടോ.
അന്ന് എൻ്റെ മോന് 3 വയസ്സായിരുന്നു. അവനെ ഞാൻ ഒരിക്കൽ ഓഫീസിൽ കൊണ്ടുപോയിരുന്നു. ഓഫീസിൽ വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിക്കുമായിരുന്നു, അമ്മയുടെ കിച്ചൺ എവിടെയാണ് എന്ന്. കാരണം അവൻ വിചാരിച്ചത് അമ്മ കിച്ചണിൽ മാത്രം ജോലി എടുക്കുന്ന ആളാണെന്നാണ്. ഞാൻ പുറത്ത് പോണതും കിച്ചണിൽ പണിയെടുക്കാനാണെന്നാണ് അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് തോന്നുന്നു. എൻ്റെ കലീഗ്സൊക്കെ എന്തോ ഒരു ചിരിയായിരുന്നു അറിയോ. അങ്ങനെ കുറച്ച് പപ്പടവും കൂടിയിട്ട് കാച്ചി. ഇത് പൊഹാ പപ്പടമാണ് കേട്ടോ, എന്ന് വെച്ചാൽ അവിൽ കൊണ്ടുണ്ടാക്കിയ പപ്പടം. ഞാൻ പുറത്തുനിന്ന് മേടിച്ചതാണിത്. ഇത് പിന്നെ കുറേ കാലം ഇരുന്നോളും, കേടൊന്നും വരില്ല. നമ്മുടെ പപ്പടം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേട് വന്ന് പോവില്ലേ, ഇതങ്ങോട്ട് കേട് വരില്ല. അങ്ങനെ പപ്പടവും കാച്ചി കഴിഞ്ഞു. കുക്കറിൽ വെച്ച ചോറും റെഡിയായി. ഇനിയിപ്പോൾ വരൂ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ എൻ്റെ വീഡിയോ കണ്ടും എൻ്റെ സംസാരം ക്ഷമയോടെ കേട്ടും ഇരുന്ന എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് താങ്ക്സ് കേട്ടോ.